check if a string is a palindrome. Problem, check if a string reads the same backward as forward. Palindrome, very simple. എന്താ പറയുക, ഒരു ഇതിന്റെ എക്സാമ്പിൾ തന്നെ നോക്കാം. റേസ് കാറിന്റെ ഔട്ട്പുട്ട് ട്രൂ ആണ്. റേസ് കാർ ഒരു പാലിൻഡ്രോം ആണ്. റേസ് കാർ എന്ന വേർഡ് തിരിച്ചിട്ടാലും റേസ് കാർ ഇത് ഈക്വൽ ആണ്, ഇത് ഈക്വൽ ആണ്, ഈക്വൽ അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ പിന്നെ മലയാളം മേലെ വയ്യ എൽ എ എം എ എൽ എ അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഓഡ് നമ്പർ തന്നെ ആവണം എന്നില്ല, ഈവൺ നമ്പറും ആവാം. അതിന്റെ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല, ബട്ട് അങ്ങനെയാകാം. അപ്പൊ ജസ്റ്റ് ഓപ്പോസിറ്റ് റിവേഴ്സ് ചെയ്ത വേർഡും പിന്നെ ആ വേർഡും ഈക്വൽ ആണെങ്കിൽ അത് പാലിൻഡ്രോം ആണ്. ഓക്കെ, സോ ഇതൊക്കെ പോട്ടെ. ഓക്കെ, ഇനി അപ്പൊ ഇത് സോൾവ് ചെയ്യണം. പൈത്തണില് നമ്മൾക്കറിയാം ഒരു സ്ലൈസിങ് പറഞ്ഞ ഓപ്പറേഷൻ ഉണ്ട്. ആൻഡ് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞാൽ ഈ എപ്പോഴൊരു ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ, ഒരു സ്ട്രിങ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ട് പൈത്തണിൽ. ഞാൻ പറയാം, അതും കമന്റ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സേ ഇൻപുട്ട് വേർഡ്, അവര് തരുന്ന വേർഡ്, യൂസർ തരുന്ന വേർഡ് ഇസ് റേസ് കാർ. ഓക്കെ, ഇങ്ങനെയല്ല, റേസ് കാർ ആൻഡ് റേസ് കാർ തന്നു. ഇനി ഇതിനെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ, റിവേഴ്സ്ഡ് വേർഡ് ആവണമെങ്കിൽ ജസ്റ്റ് ഒന്നുമില്ല, എന്താണോ വേർഡ് അതിൻ്റെ കൂടെ ഈ ഒരു സ്ലൈസിങ് ഓപ്പറേഷൻ യൂസ് ചെയ്യാം. ഡബിൾ കോളൻ -1 -1. അപ്പോൾ വാട്ട് ഡസ് ദിസ് മീൻ? ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ് റിവേഴ്സ് ചെയ്യാൻ. ഏത് വേർഡ് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇത് അങ്ങോട്ട് യൂസ് ചെയ്താൽ മതി. പൈത്തണിൽ, അറ്റ്ലീസ്റ്റ് പൈത്തണിൽ ഇത് വെക്കാം. ഓക്കെ, ദെൻ ജസ്റ്റ് പ്രിന്റ് ഔട്ട് മീ വേർഡ് ഈക്വൽ ടു റിവേഴ്സ് വേർഡ് ആണോ. ഇവിടെ ഇങ്ങനെ ഈക്വൽ ടു യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിപ്പോ വേർഡ് ഈക്വൽ ടു റിവേഴ്സ് വേർഡ് ആവുകയാണെങ്കിൽ, ഈക്വൽ ആവുകയാണെങ്കിൽ അത് ട്രൂ പ്രിന്റ് ചെയ്യും. നോക്കാം, ട്രൂ. ഓക്കെ, സോ ഇത് വർക്കാവുണ്ട്. പിന്നെ ഇപ്പൊ 6 മാറ്റി കഴിഞ്ഞാൽ ഇപ്പൊ ഇത് പാലിൻഡ്രോം അല്ല. അപ്പൊ നോക്കാം എന്താകുമെന്ന്. ഓൾറൈറ്റ്, അപ്പോൾ ഇത് വർക്കാവുണ്ട്. ഇങ്ങനെയാണ് ഒരു വേർഡിനെ റിവേഴ്സ് ചെയ്യുക. ഇതിന്റെ ഓപ്പറേഷൻ ഞാൻ മുന്നേ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ വരിക, ഇവിടെ എന്താ വരിക. ഇവിടെ സ്റ്റാർട്ടാണ്, ഇവിടെ സ്റ്റാർട്ട് ഇൻഡെക്സ്, പിന്നെ സ്റ്റോപ്പ് ഇൻഡെക്സ്, ആൻഡ് ഇത് -1 പറയുമ്പോൾ സ്റ്റെപ്പാണ്. സോ അത് മുന്നത്തെ വീഡിയോയിൽ ഉണ്ടായി നോക്കിയാൽ മതി. ഓക്കെ, സോ ഇങ്ങനെ റിവേഴ്സ് ചെയ്യുക, ഇക്വാലിറ്റി സൈൻ യൂസ് ചെയ്യുക, അതൊക്കെ. പക്ഷെ ഇത് പൈത്തണിൽ വർക്കാവും ആൻഡ് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ബട്ട് വേറെ മെത്തേഡ് ഉണ്ട്. ആൻഡ് ഇത് ഒരു 2 പോയിന്റർ മെത്തേഡ് പറഞ്ഞ സംഭവമുണ്ട്. നമുക്ക് കമന്റ് ചെയ്യാം. #2 പോയിന്റർ മെത്തേഡ്. ഓക്കെ, സോ എന്താണ് 2 പോയിന്റർ മെത്തേഡ്? എന്താണ് 2 പോയിന്റർ മെത്തേഡ്? അപ്പൊ ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്ത് പോവാം, പിന്നെ തന്നെ മനസ്സിലാവും. നമ്മൾ ആദ്യം ഇനീഷ്യലൈസ് ചെയ്യുന്നു i = 0. ഓക്കെ, ആൻഡ് ഇനീഷ്യലൈസ് ചെയ്യുന്നു ദാറ്റ് j i = 0, മീനിങ് റേസ് കാറിന്റെ ആറാണ് നമ്മൾ ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് എലമെന്റ്. ഓക്കെ, i 0 പറയുമ്പോൾ 6 ഇത്. ഓക്കെ, സോ റേസ് കാർ റേസ് കാർ. ഓക്കെ, സോ ഈ റേസ് കാറിനെ നമ്മൾക്ക് ഓരോരോ ലൈക്ക് ലെറ്റേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു എല്ലാ പറഞ്ഞുതരാം. ഓക്കെ, സോ ദിസ് ഈസ് ഇങ്ങനെ ഉണ്ടാവും. ഫൈൻ, ഓരോരോ ലെറ്റേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി. സോ ആറിന്റെ ഇൻഡെക്സ്, ആറിന്റെ പൊസിഷൻ 0,
എന്റെ പൊസിഷൻ 1 അങ്ങനെ കണ്ടിന്യൂസ് 4 5 ആൻഡ് 6. ഓൾറൈറ്റ്. സോ നമ്മളിവിടെ ഐ എന്നൊരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യണം. പക്ഷെ അതിന്റെ ഐ നമ്മൾ പോയിന്റ് ചെയ്യണത്, അവിടെയാണ് ഈ പോയിന്ററിന്റെ അർത്ഥം വരുന്നത്. നമ്മൾ പോയിന്റ് ചെയ്യണത് ഈ സീറോക്കാണ് നമ്മൾ, ഓർ എൽസ് ഈ പറയണത് ഫസ്റ്റ് എലമെന്റിക്കാണ് നമ്മൾ പോയിന്റ് ചെയ്യണത്. സോ 0. പിന്നെ നമ്മൾ ജെ പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടാക്കുന്നു, ആൻഡ് ഇത് പോയിന്റ് ചെയ്യണത് ഈ ലാസ്റ്റ് എലമെന്റിക്ക്. സോ അങ്ങനെ ഇതാണ് നമ്മൾ ചെയ്യാൻ പോണത് ഇപ്പോ. സോ അത് ചെയ്യാം കോഡ് ലാംഗ്വേജ്. സോ ഐ is equal to 0 ആൻഡ് ജെ is equal to ലാസ്റ്റ് എലമെന്റ്. അപ്പോ ഈ 6 കിട്ടണമെങ്കിൽ നമ്മൾക്ക് ഇതിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യണം ഈ വേർഡിന്റെ. ഓക്കെ, സോ വേർഡ് കമന്റ് ചെയ്യാം. വേർഡിന്റെ ലെങ്ത് കിട്ടണം. അതിനുള്ള ഇൻബിൽട്ട് ഫംഗ്ഷൻ ആണ് ഈ LE എന്ന്. വേർഡിന്റെ ലെങ്ത് കിട്ടിയിട്ട് -1, ബിക്കോസ് വേർഡിന്റെ ലെങ്ത് ഓഫ് ദ വേർഡ് ചെയ്യുമ്പോൾ ഇത് 7 കിട്ടും. RACECAR പറയുമ്പോൾ ടോട്ടൽ 7 കിട്ടും. പക്ഷെ നമുക്ക് അറിയാം ദാറ്റ് ജെ വേണ്ടത് 6 ആണ്. സോ അതങ്ങനെ ചെയ്യാം. ഇപ്പൊ ജെ ഇപ്പൊ 6 ആയി ആൻഡ് ഐ 0 ആയി. ഓൾറൈറ്റ്. സോ നമ്മൾക്കൊരു പാലിൻഡ്രോം ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ ഈ ith പൊസിഷൻ എലമെന്റ് ആൻഡ് ഓർ എൽസ് ലെറ്റർ ഈക്വൽ ടു jth പൊസിഷനത്തെ എലമെന്റ് ആണോ നോക്കിയാൽ പോരെ. അപ്പൊ 6 ഈക്വൽ ആണ്. ഇനി അതിനുശേഷം ഇത് ഇവിടെ ചാടട്ടെ, ഐ ഇവിടെ, ഇതാണോ നോക്കുക. പിന്നെ ഇത് ഇവിടുന്ന് ചാടിയിട്ട് ജെ ആണോ നോക്കുക. ഓൾറൈറ്റ്. സോ എ ഈക്വൽ ആണോ? ഓക്കെ. അപ്പോ പിന്നെയും കണ്ടീഷൻ മീറ്റ് ചെയ്തു. ഇത് പിന്നെയും കട്ട് ചെയ്തു. ഐ ഇവിടെ വന്നു, ജെ ഇവിടെ വന്നു, സി ഈക്വൽ ആണ്. ഇത് പിന്നെയും പോയി. പിന്നെ ഐയും ജെയും ഇവിടെ വന്നു ഇയില്. അപ്പൊ ഐയും ഇതും ഐയിലത്തെ പൊസിഷൻ ഐ പൊസിഷനിൽ ഇ ആണ് ആൻഡ് ജെ പൊസിഷനിലും ഇ ആണ്. സോ അതും പിന്നെ ഈക്വൽ ആയി. അപ്പോ ഇങ്ങനെ ആറ് ഈക്വലായി, എ ഈക്വലായി, സി ഈക്വലായി, ഇ ഈക്വലായി. പിന്നെ എന്താവും വെച്ചാൽ ജെ ഇവിടെ ലെഫ്റ്റിക്ക് ചാടും ആൻഡ് ഐ റൈറ്റിക്ക് ചാടും. സോ ഇത് കഴിഞ്ഞ ശേഷം ജെ ഇവിടേക്ക് വരും ആൻഡ് ഐ ഇവിടേക്കും വരും. അത് അപ്പൊ സ്റ്റോപ്പ് ചെയ്യാം, ബിക്കോസ് നമ്മളൊരു ഫുൾ വേർഡ് ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, അത്രേ ഉള്ളൂ. മനസ്സിലായ? അപ്പോ അങ്ങനെയാണ് ഇതാണ് 2 പോയിന്റർ മെത്തഡ്. ജസ്റ്റ് 2 പോയിന്റ് ആദ്യം ഇനീഷ്യലൈസ് ചെയ്യുക. 2 പോയിന്റ് ആദ്യം ഇനീഷ്യലൈസ് ചെയ്യുക, ഐ ആൻഡ് ജെ. അത് ലാസ്റ്റ് 2 എലമെന്റിക്കാണ് പോയിന്റ് ചെയ്യേണ്ടത്. ആൻഡ് ബേസിക്കലി ജസ്റ്റ് ഈ ഐനെ ഇവിടുന്ന് മാറ്റി ഇവിടേക്കാക്കുക, ജെ ഇവിടേക്കാക്കുക. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ പോയി ചെക്ക് ചെയ്ത് വരിക. ആൻഡ് എൻഡ് കണ്ടീഷൻ എന്താ വെച്ചാ അതിനും പറയാം. ഓക്കെ. സോ ഇതാണ് 2 പോയിന്റർ മെത്തഡ്. ഇത് ഇനി കോഡിക്കാക്കണം. അപ്പൊ എങ്ങനെയാക്കും? ഇനി കോഡിക്കാക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഐനെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകണം. ഐ ആദ്യം 0 ആവും, പിന്നെ 1 ആവും, വിച്ച് ഇസ് എ, 2 ആവും, സി, അങ്ങനെ പോകണം. ആൻഡ് ജെ കുറഞ്ഞ് വരണം. ആദ്യം 6 ആവും, 5, 4 അങ്ങനെ പോകണം. സോ നമുക്കൊരു വൈൽ ലൂപ്പ് റൺ ചെയ്യണം. അതിന്റെ കണ്ടീഷൻ ഞാൻ പിന്നെ ഇടാം. വൈൽ ലൂപ്പ് ഓക്കെ, നോട്ട് എ ബ്രാക്കറ്റ്, ഒരു കണ്ടീഷൻ ഉണ്ട് വെക്കും. ജസ്റ്റ് ഒരു കണ്ടീഷൻ ഉണ്ട് വെക്കും. ആൻഡ് ഈ കണ്ടീഷൻ നമുക്ക് പിന്നെ സ്റ്റേറ്റ് ചെയ്യാം. ഓക്കെ. ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം വെച്ചാ വേർഡിന്റെ ഇഫ് ചെക്ക് ചെയ്യാം. ഇഫ് വേർഡിന്റെ വേർഡിന്റെ ith പൊസിഷൻ, സോ ദിസ് ഇസ് ഞാൻ പറയാം. ഇഫ് വേർഡിന്റെ ith പൊസിഷൻ ഇസ് ഈക്വൽ ടു വേർഡിന്റെ jth പൊസിഷൻ,
ദെൻ ഒന്നും ചെയ്യണ്ട അല്ലേ? അപ്പൊ ദെൻ ഒന്നും ചെയ്യണ്ട, നിൽക്ക്. അപ്പൊ ഇത് വേണ്ട. വെയിറ്റ്. ഓക്കെ. ഇത് അൺഈക്വൽ ടു ആവുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഒരു പ്രശ്നമുള്ളൂ. ബിക്കോസ് ഇപ്പോ ആറും ആറും ഈക്വൽ ആയി, എ എ ഈക്വൽ ആയി, സി സി ഈക്വൽ ആയി, ഇ ഈക്വൽ ആയി. ഓക്കെ, സോ ഇതിപ്പോ ഒരു ക്യൂ ആണ് വെക്കുക. സോ ആറും ക്യൂവും അൺഈക്വൽ ആണ്. സോ വേർഡ് ഓഫ് ഐ പറഞ്ഞാൽ ഐയത്ത് പൊസിഷനത്തെ ആറ് ആൻഡ് ജെയത്ത് പൊസിഷൻ ഓഫ് വേർഡ് വിച്ച് ഇസ് ക്യൂ അൺഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. സോ അൺഈക്വൽ ആണെങ്കിൽ ജസ്റ്റ് പ്രിന്റ് ഐ ഗസ് ഫോൾസ് പ്രിന്റ് ചെയ്യാം. ഓക്കെ, പിന്നെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾക്ക് ഐ പ്ലസ് പ്ലസ് ഐ, ഓക്കെ ഇങ്ങനെയല്ല, പ്ലസ് ഈക്വൽ ടു 1 ചെയ്യണം. സോ ഐ ഇൻക്രീസ് ചെയ്തു. സോ ഐ വിൽ ബേസിക്കലി ജംപ് ടു എ ആൻഡ് ജെ നമ്മൾ മൈനസ് ചെയ്യണം. സോ ജെ മൈനസ് ഈക്വൽ ടു 1. ഓൾ റൈറ്റ്, ഓക്കെ, ഇത് മൈനസ് ആണ്. മൈനസ് ഈക്വൽ ടു 1. സോ ഇതിപ്പോ ആർ എന്ന് എഴുതിക്കട്ടെ. ഓക്കെ, നമ്മൾ ഇപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. ജസ്റ്റ് ഐ ഗസ് ഓക്കെ, ഇനി ഉള്ളത് കണ്ടീഷനാണ്. സോ വാട്ട് ഈസ് ദ കണ്ടീഷൻ? ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു കണ്ടീഷനെ കൊടുത്തിട്ടുണ്ട്, അതിനൊരു മീനിങ് ഇല്ല. കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെയിന്റിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. കണ്ടീഷൻ ഇസ് ദാറ്റ് എവിടെ ജെ ലെഫ്റ്റിക്ക് പോയി കഴിഞ്ഞാൽ ആൻഡ് ഐ റൈറ്റിക്ക് പോയി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഫുൾ വേർഡ് ട്രാവൽ ചെയ്തു എന്നാണ് അർത്ഥം. സോ ഐ എപ്പോഴും ലെഫ്റ്റിലാവും, ജെ എപ്പോഴും റൈറ്റിലാവും. ഇതിങ്ങനെ പോയി പിന്നെ ഇതും ഇങ്ങനെ റൈറ്റ് പോയി പറഞ്ഞാൽ മീനിങ് പ്ലസ് ചെയ്തു ആൻഡ് ഇത് മൈനസ് ചെയ്തു അങ്ങനെ പോയി ജെ ലെഫ്റ്റിക്ക് വരും, ഐ റൈറ്റിക്ക് ചാടും. സോ അത് നമ്മൾ കോഡിക്കാക്കുമ്പോൾ ജസ്റ്റ് ഈ കണ്ടീഷൻ എന്താവും? ഐ ലെസർ ദാൻ ഓർ ഈക്വൽ ടു ജെ. എപ്പോഴും ഐ ലെസർ ദാൻ ഓർ ഈക്വൽ ടു ജെ ആവുമ്പോൾ മാത്രമാണ് ഈ ലൂപ്പ് റൺ ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഏതെങ്കിലും ഒരു ടൈമിൽ ഐ ആൻഡ് ജെ ഇയിലേക്ക് ചാടും, ഇയിൽ വരും, ഇയിൽ പോയിന്റ് ചെയ്യും. ഓക്കെ, ഇയിൽ പോയിന്റ് ചെയ്ത ശേഷം ജെ വിൽ ബി ലെസർ ദാൻ ഐ. സോ കണ്ടീഷൻ ബിക്കംസ് ഫോൾസ്. ഈ വൈൽ ലൂപ്പ് എന്ന് ചാടും, അത്രേ ഉള്ളൂ. സോ വൈൽ ലൂപ്പ് എന്ന് ചാടുന്നു. ഓൾറൈറ്റ്, അപ്പൊ ഇതിപ്പോ ഇവിടെ എവിടെ പ്രിന്റ് ഞാൻ ട്രൂ കൊടുക്കുക? ഇഫ് ഓക്കെ, ശരി, എന്തായാലും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വേർഡ് നമുക്ക് മാറ്റിയിട്ട് ഇത് എന്തായാലും ഫോൾസ് മാത്രമാണല്ലോ പ്രിന്റ് ചെയ്യണുള്ളൂ. സോ ഇവിടെ സി മാറ്റിയിട്ട് നമുക്ക് ആർ കൊടുക്കാം. അപ്പൊ ഇതൊരു പാലൻഡ്രോം അല്ല. ആൻഡ് ഇത് പോട്ടെ, ഇത് ചോട്ടിക്ക് വരട്ടെ. അങ്ങനെയല്ല, കൺട്രോൾ എക്സ് കൺട്രോൾ വി. ഓക്കെ, വേർഡ് ഉണ്ട്, ജെ ഉണ്ട്, ഐ ഉണ്ട്, ഐ ഇനീഷ്യലൈസ് ചെയ്തു, ജെ ഇനീഷ്യലൈസ് ചെയ്തു, വൈൽ ലൂപ്പ് റൺ ചെയ്തു. ഇതൊരു പാലൻഡ്രോം അല്ല, ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫോൾസ് പ്രിന്റ് ആയി. അപ്പോ പാലൻഡ്രോം അല്ലാന്ന് പ്രിന്റ് ആയി. ബട്ട് നമ്മൾക്ക് ഇത് കാട്ടണമെങ്കിൽ എങ്ങനെ പറയാ? ഓൾറൈറ്റ്, വിച്ച് ഇസ് ദാറ്റ് ഇൻഡെക്സ് നമുക്ക് നോക്കാം. ഇഫ് വേർഡ് ഓഫ് ഐ ഇസ് നോട്ട് ഈക്വൽ ടു വേർഡ് ഓഫ് ജെ, പ്രിന്റ് ഐ എസ്. ഓക്കെ, ഐ എന്താണെന്ന് പ്രിന്റ് ചെയ്യാം. ഐ നമ്മൾ പ്രിന്റ് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ജെയും നമ്മൾ പ്രിന്റ് ചെയ്യണം. ജെ. ഓൾറൈറ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഞാനിങ്ങനെ ഈസി ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തല്ലോ ലൈൻ. അതെങ്ങനെയാ വെച്ചാൽ ലെഫ്റ്റ് സൈഡത്തെ ഷിഫ്റ്റ്, പിന്നെ ലെഫ്റ്റ് സൈഡത്തെ ഓൾട്ടും, പിന്നെ ഡൗൺ ആരോ ഇത് അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ കൺട്രോൾ സി അമർത്തി കഴിഞ്ഞാൽ കൺട്രോൾ സെഡ് അമർത്തി കഴിഞ്ഞാൽ ലൈക്ക് അൺഡു ആവും. സോ ബാക്ക് പോകണം. ഓക്കെ, സോ ദിസ് ഇസ് ജെ ആൻഡ് ദിസ് ഇസ് ഐ. സോ ഇതെന്തിനാ ഞാൻ ഇപ്പോൾ പ്രിന്റ് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ ഏത് ഐ ആൻഡ് ജെയത്തെ എലമെന്റിലാണ് ഈ കണ്ടീഷൻ, ലൈക്ക് എവിടെയാണ് മിസ്മാച്ച് ഉണ്ടാവുന്നത്, പാലൻഡ്രോം എന്താണ്, ഏത് എലമെന്റിലാണ് പാലൻഡ്രോം ഫോൾസ് ആവുന്നത്. ഓക്കെ, സോ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഐ 2 ആൻഡ് ജെ 4 ആവുമ്പോഴാണ് പാലൻഡ്രോം ഫോൾസ് ആവുന്നത്.
I2 I2 പറയുമ്പോൾ this is 0. ഓക്കെ, ഇത് പെയിന്റ് ചെയ്യാം. ഓക്കെ, RACE race car. Okay. I2. So I is basically equal to ഇവിടെ I ഇവിടെയാണ്, which is equal to 2, because this is 0, this is 1, and this is 2. 3, this is 3, 4, 5, and 6, and J equal to 4 ആവുന്നതാണ്. J equal to 4 അല്ലേ? I2 and J 4 ആവുമ്പോൾ ഫോൾസ് ആണ്. സോ 4 ഇവിടെ അങ്ങനെ അത് ഫോൾസ് ആയി. ഓ, റേസ് കാർ അല്ലല്ലേ, ഞാൻ ഇവിടെ റേസ് റാർ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ആറാണ്, ആൻഡ് സി ഇത് മാച്ച് ആവില്ല. സി ഈസ് നോട്ട് ഈക്വൽ ടു ആർ, അപ്പം ഫോൾസ് ആയി. റൈറ്റ്, സോ വർക്ക് ചെയ്യുന്നത്. സോ ഇതാണ് 2 പോയിന്റർ മെത്തേഡ്. ഞാൻ എപ്പോഴും ചിന്തിക്കുകയാണ് ഇവിടെ എവിടെ പ്രിന്റ് ട്രൂ കൊടുക്കുക. ലെറ്റ്സ് തിങ്ക്. ഓൾറൈറ്റ്. ഇത് ആക്ച്വലി ഇത്രയ്ക്ക് ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇവിടെ ഒരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുക, ഔട്ട്പുട്ട്. നമുക്ക് എന്താണോ ലാസ്റ്റ് ഔട്ട്പുട്ടായി കിട്ടാൻ പോകണം, നമുക്കിത് ഒരു ഇനീഷ്യലൈസ് ചെയ്യുക ടു ട്രൂ. ഓക്കെ, സോ ഔട്ട്പുട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് ട്രൂ ആയിട്ട്. ഇവിടെ ഔട്ട്പുട്ട് ഈക്വൽ ടു ട്രൂ വെച്ചിരിക്കുക. പിന്നെ ഇവിടെ ഈ പ്രിന്റ് ഇതിനൊക്കെ പകരം ഇവിടെ ഇഫ് ദ ലെറ്റർ ഇസ് അൺഈക്വൽ, പാലൻഡ്രോം അല്ലെങ്കിൽ ഔട്ട്പുട്ട് ജസ്റ്റ് ഈക്വൽ ടു, ഓക്കെ, ഔട്ട്പുട്ട് ഈക്വൽ ടു ഫോൾസ് ആക്കി വിടുക. ഫോൾസ്, ഔട്ട്പുട്ട് ഈക്വൽ ടു ഫോൾസ്. ഓൾസോ ഇത് സ്മോൾ ലെറ്റർ ആണെങ്കിൽ ദിസ് ഇസ് ജസ്റ്റ് എ വേരിയബിൾ. എഫ് സ്മോൾ ലെറ്റർ ആണെങ്കിൽ ഫോൾസ് ഇസ് ജസ്റ്റ് എ വേരിയബിൾ. എഫ് എന്തായാലും ക്യാപിറ്റൽ ആവണം, അപ്പോഴാണ് ഇൻബിൽട്ട് ആയിട്ടുള്ള ഫോൾസ് ഇത് വരുള്ളൂ പൈത്തണ്ട്. ഇപ്പൊ നോക്കി, ഇപ്പോ റെഡ് ആയിരുന്നു, മുന്നേ അത് വൈറ്റ് ആയിരുന്നല്ലോ. സോ ഓക്കെ, സോ ട്രൂലും അതേ കേസ് തന്നെയാണ്. ഓൾ റൈറ്റ്, സോ ഔട്ട്പുട്ട് നമ്മൾ ഫോൾസ് ആക്കി ഇഫ് ലെറ്റർ ഇസ് there is a mismatch in letters. പിന്നെ അതിനുശേഷം ജസ്റ്റ് പ്രിന്റ് ഔട്ട്പുട്ട്. ഓൾ റൈറ്റ്, സോ ഇതിപ്പോ ഫോൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫോൾസ് മാത്രം ഉണ്ടായി. ആൻഡ് ആറിനെ മാറ്റി സി ആക്കണു, പാലൻഡ്രോം ആയി, ആൻഡ് ജസ്റ്റ് ട്രൂ. സോ ഇതാണ് 2 പോയിന്റർ മെത്തേഡ്. 2 പോയിന്റർ മെത്തേഡ് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഫസ്റ്റ് എലമെന്റ് 2 പോയിന്റർ പറയുമ്പോൾ 2 പോയിന്റേഴ്സ് ഉണ്ടാക്കണം, ആൻഡ് പോയിന്റേഴ്സ് 2 പോയിന്റർ ഉണ്ടാക്കണം, ഐ ആൻഡ് ജെ. ആൻഡ് ഇത് എവിടെയെങ്കിലൊക്കെ പോയിന്റ് ചെയ്യണം, ഏതെങ്കിലുമൊക്കെ എലമെന്റ്സിൽ, ആൻഡ് എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പറേഷൻ ചെയ്യണം. അതിനെ നമ്മൾ ബേസിക്കലി 2 പോയിന്റർ മെത്തേഡ് എന്നാണ് പറയുന്നത്.